കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തും. ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001 900156 8000 800120. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഞാൻ. നിനക്ക് മുകളിൽ ഒരാളെ വെച്ചത് നിനക്ക് അപമാനമായി തോന്നിയെങ്കിൽ അതിന് നിനക്ക് ഉചിതമായ തീരുമാനം എടുക്കാം. ആ തീരുമാനം ഇനി എന്തായാലും ശരി, ഞങ്ങൾക്ക് സന്തോഷം. മോളെ, മോളൊന്ന് അടങ്ങ്. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. നമ്മള് മാത്രമല്ല ഇപ്പൊ അവളെയും അവളുടെ കെട്ടിയവനെയും കൊണ്ട് ശ്വാസം മുട്ടുന്നേ. നമ്മളെക്കാൾ കൂടുതൽ മേഘനാഥനും അവന്റെ അച്ഛനും ഒക്കെ പൊറുതി മുട്ടി നടക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത നമ്മൾ കേട്ടിരിക്കും മോളെ. പിന്നെ കൊറേ കേട്ട് ഓരോ പ്രാവശ്യവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അവസാനം അവളും അയാളും വിളിച്ചുകൊണ്ട് വരുന്നത് കാണാം. അവള് തീർന്നെന്ന് പറഞ്ഞ് കമ്പം വരെ പൊട്ടിച്ച രാത്രികളുണ്ട്. ആ കമ്പത്തിനിടയിലൂടെയാ അവള് നടന്നു കേറിയത്. പക്ഷേ ഇനി പൊട്ടാൻ പോകുന്ന കമ്പുണ്ടല്ലോ മോളെ, സത്യമായിട്ട് ഞാൻ പറയാ, അത് അവസാനത്തെ കമ്പോ. എത്രേ? 70 രൂപ. ഞാനും നിർത്ത്. നീ ഒന്നും പറയണ്ട. എങ്ങനെയാടാ കമ്പം പൊട്ടുന്നത്? ഇവളും കൂടെ മോളും കൂടെ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കല്ലേ? മോളെ പോന്നു. ഇവള് വന്നിട്ട് 10-22 വർഷമായി. നിന്റെ വയറ്റിൽ നിന്ന് വന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ അവക്കുള്ളൂ. നീ എവിടുന്ന് വഴക്കിട്ട് വന്നതാണോ മോളെ? ആണെങ്കിൽ വഴക്ക് തീർക്കോ അമ്മ? കണ്ണനോടും മഹാലക്ഷ്മിയോടുമാണ് നീ വഴക്കിട്ടതെങ്കിൽ അവിടെ തെറ്റ് നിന്റെ ഭാഗത്തായിരിക്കും. അമ്മയായി പോയി, അല്ലെങ്കിൽ ഞാൻ കഴുത്തിന് പിടിച്ച് നെക്കിയാനെ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഈ സമയത്ത് അവൾ ഇങ്ങനെ ചൂട് പിടിപ്പിക്കരുത്. അത് ആ കുഞ്ഞിന് നല്ലതല്ല. അത് നീ അല്ലേടി ഓർക്കണ്ടേ? 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ നിനക്കതിനെ കുറിച്ച് ഓർമ്മയില്ല. നീയും നിന്റെ മോളും നിന്റെ മരുമകനും കൂടി ഞങ്ങളുടെ കുഞ്ഞിനെ മനഃപൂർവ്വം കരയിക്കല്ലേടി. നിന്റെ മൂത്ത മോൾ ഒരിക്കലും ഒരു അമ്മയാകില്ലെന്നറിയാം. ആ ഭാഗ്യം അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനും പാടില്ലെന്നാണ് നിന്റെയൊക്കെ മനസ്സിൽ. അതുകൊണ്ട് ആ കുഞ്ഞിനെ കളയാനാണ് നീയൊക്കെ നോക്കുന്നത്. എന്റെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞാലും അതൊക്കെ നിങ്ങളുടെ ഒന്നും തലേ കയറില്ല. അതുകൊണ്ട് ഇതിനൊക്കെ മറുപടി പറയാനും എന്നെ ന്യായീകരിക്കാനും ഞാൻ തയ്യാറല്ല. അമ്മയും മോനും കൂടിയാ അവളെ വഷളാക്കിയത്. അതുപോലെ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെങ്കിലും വഴി തെറ്റിക്കാതിരുന്ന കൊള്ളാം. കരണമോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ള ദേഷ്യം ഞാനിങ്ങനെ അടക്കി പിടിച്ചോണ്ടിരിക്കുകയാണമ്മേ.
മിക്കവാറും ഇവളുടെ മോളോടും ഇവളുടെ മരുമോനോടുള്ള ദേഷ്യത്തിലും ഇവളെ ജീവനോട് ഞാൻ കത്തിക്കും. ഡാ, ഇനിയിപ്പൊ അതൊന്നും അത്ര നിസ്സാര കാര്യമല്ല. കണ്ണന്റെ കൂടെ കൂടിയതുകൊണ്ടേ മഹാലക്ഷ്മി ഇപ്പൊ നിന്നേക്കാള് സമ്പത്തുള്ള കൂട്ടത്തിലാ. പോരാത്തതിന് അവന്റെ വലത് കാലിലെ വിരലുകളും ചലിച്ചു തുടങ്ങി. ഇനിയിപ്പൊ അവളുടെ സമയമാടാ. നിന്റെ മോൾക്ക് വേണ്ടി നീ കണ്ടെത്തിയത് നല്ലൊരു കിഴങ്ങനെയായി പോയി. അങ്ങനൊന്നും അവള് കേൾക്ക പറയല്ലേ അമ്മേ. ഞാൻ പറയത്തില്ല, പക്ഷേ അവൻ സാമാന്യം നല്ലൊരു കിഴങ്ങൻ തന്നെയാ. ആ സത്യം നമ്മൾ മറക്കരുത്. വീട്ടിലേക്ക് വിളിച്ചാ വരില്ലല്ലോ, അതുകൊണ്ടാ പിന്നെ ഡിന്നർ കഴിക്കാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെ മാർക്കോ, അറിയാലോ, നാളെയാണ് ഞാൻ ട്രീറ്റ്മെന്റിനായിട്ട് തോമസ് സാറിന്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഫിനാൻസിയൽസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇയാളാ. രാവിലെ അസ്ഥി കൊടുത്തിന്ന് പോയി കഴിഞ്ഞാ ഇയാള് പിന്നെ വൈകുന്നേരം വരും. അതിന്റെ ഇടയില് കഴിയുമെങ്കിൽ ഇയാളിൽ ഒരു നോട്ടം വേണം. സാറ് ധൈര്യമായിട്ട് വെക്കോ. മഹാലക്ഷ്മി അറിയാതെ തന്നെ മഹാലക്ഷ്മിയെ പിന്തുടരും ഞാൻ. മതി മതി മതി. അല്ല, ചപ്പാത്തി മതിയല്ലോ. സാറിന്റെ ഫ്രണ്ടിനെ വൈഫിനെ വിളിക്കാത്തെന്താ? അവരെ വിളിക്കാതിരിക്കോ? നാളെ മുതൽ പകൽ സമയത്ത് ആനന്ദം എനിക്ക് കൂട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അവൻ എന്തൊക്കെയോ പർച്ചേസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താ. സാറേ, ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. പലപ്പോഴും കണ്ടപ്പോ ചോദിക്കണമെന്ന് കരുതിയതാ. സാറിന് ഈ തളർച്ച എങ്ങനെയാ ഉണ്ടായത്? അന്ന് കണ്ടപ്പോ മാർക്കോ പറഞ്ഞല്ലോ, മാർക്കോ ഒരു അയ്യപ്പ ഭക്തനാണെന്ന്. അതുപോലെ തന്നെയായിരുന്നു ഞാനും എൻ്റെ അച്ഛനും ഒക്കെ. വൃശ്ചികത്തിലെ തൃക്കാർത്തികയാ എൻ്റെ പിറന്നാൾ ദിവസം. വൈകുന്നേരം എന്നെ കൊണ്ട് അച്ഛൻ അമ്പലത്തിലേക്ക് പോയതാ. ബൈക്കില് ഞങ്ങൾ രണ്ടാളും കൂടി മടങ്ങി വരുന്ന വഴിക്ക് അതിശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷ്യം തെറ്റി വന്നൊരു ലോറി ഞങ്ങളുടെ വണ്ടിയിലിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കണ്ണൻ വിശ്വനാഥൻ എന്ന പേര് നിലനിർത്താൻ പറ്റിയെങ്കിലും അച്ഛനെ പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. അന്നെനിക്ക് ദൈവങ്ങൾ എൻ്റെ ജീവൻ തിരിച്ചു തന്നു. എൻ്റെ പകുതി ഭാഗം തളർന്നുപോയി. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. പക്ഷേ കണ്ണൻ സാറിനത് വിഷമമായില്ലേ? ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ ദിവസം ഓർത്തെടുക്കണമല്ലോ. അച്ഛനെക്കുറിച്ച് ഓർക്കണമല്ലോ. അതെന്തായാലും ഏത് മക്കൾക്കും വിഷമമല്ലേ. അന്ന് അപകടത്തിൽപ്പെട്ട എന്നെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചാലും എൻ്റെ ഈ വിധി മാറ്റാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അച്ഛനെ ആ സമയത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. മാർക്കോയെ പോലെ ചിന്തിക്കുന്ന ഒരാളല്ലാതായിപ്പോയി ആ ലോറി ഡ്രൈവർ. ഞാൻ പറഞ്ഞല്ലോ, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു എന്ന്. അതുകൊണ്ട് റോഡും വിജനമായിരുന്നു. എങ്കിലും അബോധാവസ്ഥയിലും ഞാൻ കണ്ടു ആ ലോറി പാഞ്ഞു പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ബോധം തെളിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ലോറി ഡ്രൈവർക്ക് ഒരു മെച്ചവും ഉണ്ടായിട്ടുണ്ടാവില്ല സാറേ. അയാൾക്ക് എന്തായാലും മരിക്കുന്നതിന് മുമ്പ് അതിന്റെ മുതലും പലിശയും കൊടുക്കേണ്ടി വരും.
ദൈവത്തിന്റെ മുന്നിൽ. അയാൾക്ക് നല്ലൊരു സമ്മാനം കിട്ടാതിരിക്കില്ല. മാർക്കോ കഴിക്കേ. എന്നാലും എന്റെ മാർക്കോ, ബാറിൽ പോയി ഞങ്ങൾ 2 പെഗ്ഗടിക്കുമ്പോ നീ ഇങ്ങനെ നോക്കൂത്തിയാവുന്നത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഈ പ്രായത്തിലൊന്നും മിനുങ്ങാത്ത ആണുങ്ങൾ വല്ലവരും ഉണ്ടോ? അങ്ങനെയൊന്നും പറയണ്ട, മിനുങ്ങാത്ത ചെറുപ്പക്കാരുണ്ട്. ഇനി മിനുങ്ങിയാലേ ആണാകൂ എന്ന ചിന്തയൊന്നും വേണ്ട. ദൈവം തന്ന ശരീരമാ, അത് വെറുതെ വിദേശ സാധനം അടിച്ച് കളയാനുള്ളതല്ല. നീ വെറുതെ സംസാരിക്കാതെ നിന്റെ പെണ്ണിന് മെസ്സേജ് അയക്കാൻ നോക്ക്. നീ ഒരു തല്ലിപ്പൊളിയാണെന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാ നീ അവളോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. വ്യക്തമായ തെളിവോടെയാ അവളുടെ ഭർത്താവിന്റെ തോന്നിയവാസം നീ പൊളിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു നന്ദിയും കടപ്പാടും നിന്നോട് അവൾക്കുണ്ടാവും. അത് ശരിയാ. അവളുടെ ഭർത്താവാണ് മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും വേർപിരിക്കാൻ എന്നെ ഏൽപ്പിച്ചതെന്ന് അവൾക്കിപ്പോ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അത് അവൻ തന്നെ അവളോട് നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞത് നീ ഒരു മെസ്സേജ് അയക്കാൻ. അല്ല, എന്ത് മെസ്സേജ് അയക്കേണ്ടത്? അല്ല, നീ പെൺകുട്ടികളെയൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതായിട്ടാണല്ലോ അറിഞ്ഞത്. അതുകൊണ്ടാണല്ലോ മഹാലക്ഷ്മിയെ പാട്ടിലാക്കാൻ നിന്നെ തന്നെ മേഘനാഥം വിട്ടത്. അങ്ങനെയുള്ള നിനക്ക് എന്ത് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണം. മൊബൈൽ എടുക്ക്, ടൈപ്പ് ചെയ്. എന്താടാ? ഉറങ്ങിയോ? ഓ, അല്ല, ഈ മെസ്സേജ് എങ്ങാനും മറ്റവനടുത്ത് നോക്കൂ. ഈ നമ്പർ മേഘൻ അറിയോ? ഇല്ല, ഇതവന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയൂ. നിന്റെ പേരല്ലേ സേവ് ചെയ്തിരിക്കുന്നത്? അവള് സാഗർന്നല്ല, സരോജിനി എന്നാ സേവ് ചെയ്തിരിക്കുന്നത്. എന്നാ അയക്കട സമയങ്ങളേതാ? ഉറങ്ങിയോ? ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും പിണക്കണ്ട. മെസ്സേജ് വന്നു. ഇങ്ങതാ. ഓ, ഇല്ല, ഉറങ്ങിയില്ലാന്ന്. എടാ, ഇതിനെന്ത് മറുപടിയാ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാ ഇതിനുള്ള മറുപടി ഉറക്കണോ എന്നാണ് ചോദിക്കേണ്ടത്. അത് ശരിയാ. ഇനിയിപ്പോ അവളുടെ ഭർത്താവ് ഉറങ്ങിയാലും അവൾക്ക് ഉറക്കം വരത്തില്ലല്ലോ. ഞാൻ ഈ പ്രേമിച്ചിട്ടില്ലാത്തോണ്ട് ഈ പെൺപിള്ളേരുടെ പൾസ് ഒന്നും അറിയത്തില്ല. അങ്ങനെ അറിയത്തില്ലെങ്കിലും പെൺകുട്ടികൾ മാർക്കോയുടെ ആരാധകരാ. വേറൊന്നും കൊണ്ടല്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിലിടപെട്ട് അവരെ സഹായിക്കുന്ന വ്യക്തിയല്ലേ മാർക്കോ. അങ്ങനെയുള്ളവരോട് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ വകയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇവനെ പ്രേമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇവനെ ഒന്ന് വിളിക്കാൻ പോലും പറ്റില്ല. എന്ന് വെച്ചാ എപ്പോഴും മൊബൈൽ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനല്ലേ ഇവൻ. എന്നാ പിന്നെ മറുപടി കൊടുക്കടാ. അങ്ങനെ ഒരു മറുപടി കൊടുക്കണ്ട, ഒരു വോയിസ് മെസ്സേജ് കൊടുത്തേക്കാം. എനിക്ക് തോന്നി മഞ്ജുവിന് ഉറക്കം വന്ന് കാണത്തില്ലെന്ന്. മേഘൻ അടുത്തില്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മറുപടി ഇടാൻ പറ്റിയത്. എന്നാലും മഞ്ജുവിനെ പോലെ പഠിപ്പും വിവരമുള്ള സുന്ദരിയായ പെൺകുട്ടിക്ക് ഈ പറ്റിയല്ലോ.
വേറൊന്നും കൊണ്ടല്ല മഞ്ജു. കണ്ണൻ സാർ ഉൾപ്പെടെ പലരും അയാളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന് അതൊന്നും ആ സമയത്ത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണാത്തതാണ് കുഴപ്പമായത്. പിന്നെ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞേക്കേ, ഞാൻ ഓടിയെത്തിക്കോളാം. എന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. ഇതുപോലൊരു പെൺ സുഹൃത്തിനെ എനിക്കും ആവശ്യമുണ്ട്. ഒന്നുമില്ലെങ്കിലും മനസ്സ് തുറന്ന് 2 വാക്ക് സംസാരിക്കാലോ. ഇതെന്താ ആലോചന കിടക്കുന്നത്? ഉറങ്ങിയോ? ഒന്നുമില്ല മേഘേട്ടാ. ദേ, എന്റെ അച്ഛനും ഉണ്ണിക്കും മുകളില് വേറൊരുത്തനെ വെച്ചു, ഒരു സിവിൽ എഞ്ചിനീയറെ. നിന്റെ ഏട്ടനായിരിക്കത്തില്ല, അവളായിരിക്കും അതൊക്കെ ചെയ്ത്. കമ്പനിയെ നല്ല നിലയിൽ സേവിച്ച ഒരു കാരണവശാലും ആർക്കും മുകളിൽ ഒരാളെയും വയ്ക്കില്ല. അല്ല, നീ ഇപ്പൊ അവരെ കൂടുതൽ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. മോളെ, എന്റെ അച്ഛനൊക്കെ എത്ര കൊല്ലം കമ്പനിയെ സേവിക്കാൻ തുടങ്ങിയിട്ട്. അതിന് നേട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇടി, നിന്റെ ആങ്ങളുടെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ആ കരുണയുണ്ടല്ലോ, അവള് ഡേഞ്ചർ. അവളേത് നിമിഷവും അവനെ കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആർക്കാ മേഘേട്ട നഷ്ടം? ഏട്ടത്തിക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഏട്ടത്തിയുടെ പാട്ടിന് പോയാലേ ആ കുഞ്ഞിന് അതിന്റെ അച്ഛനെ നഷ്ടമാവും. അല്ലാതെ ഉണ്ണിയേട്ടന് എന്താ കുഴപ്പം? ഇടി, പ്രതാപനങ്ങളുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. ഇനിയിപ്പൊ കണ്ണന്റെ സഹായം കിട്ടിയില്ലെങ്കിലും അവന്റെ നിലനിൽപ്പിന് അവരൊന്നിച്ചു പോയേ പറ്റൂ. എന്റെ തറവാട്ടിലെ സ്വത്തും പണവും കണ്ടിട്ടാ പ്രതാപനങ്ങളും മോളെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. അത് കിട്ടില്ലെന്നറിഞ്ഞാ മിക്കവാറും അയാള് തന്നെ ബന്ധം പിരിയാൻ പറയും. അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും പ്രതാപനങ്ങൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം മഹാലക്ഷ്മിയെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗമേ അങ്ങേര് നോക്കൂ. ഒരുപാടൊക്കെ ചെയ്തല്ലോ അവർക്കെതിരെ, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം മുതലേ എനിക്കറിയാവുന്ന കണ്ണേട്ടൻ തെറ്റൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ആ നന്മയ്ക്കൊപ്പോ ദൈവങ്ങൾ നിൽക്കുന്ന. നീപ്പം അവനെ ഒരുപാടങ്ങ് പുണ്യാളനാക്കുന്നുണ്ട് കേട്ടോ. അതെ മഞ്ജു, എനിക്കതങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഈ വീട്ടിനകത്ത് കണ്ണനെയും മഹാലക്ഷ്മിയെയും വെറുക്കുന്നവര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇടി, ഒരു തവണ അവനെ അവളെയും തകർക്കാൻ നോക്കിയിട്ട് അത് പരാജയപ്പെട്ടാൽ നമ്മൾ അടുത്ത വഴി നോക്കും. എന്ന് വെച്ചാ ഇപ്പോഴത്തെ പ്രവൃത്തികൾ തുടർന്ന് പോകുമെന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന്. നേട്ടം ഉണ്ടായില്ലെങ്കിലേ നിന്റെ ഈ വീട്ടിലെ താമസത്തിന് പോലും വലിയ ഉറപ്പൊന്നുമില്ല. സ്വാതിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്റെ അമ്മ നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടും. അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവും. പിണങ്ങി പിരിഞ്ഞ് വീട്ടിൽ ചെന്ന് നിന്നാലേ ഇറങ്ങി പോവാനൊന്നും കണ്ണേട്ടം പറയത്തില്ല. ഓഹോ, അപ്പോ കണ്ണനെ കണ്ടിട്ടാണ് നീ ഇപ്പൊ തന്റെ അടുത്തോടെ അമ്മയോട് സംസാരിക്കുന്നല്ലേ? വീട്ടുപണി ചെയ്യാനല്ല ഞാൻ വന്നത്. എനിക്കത് അറിയത്തുമില്ല. ഞാൻ അങ്ങനെ അടുക്കളയിലൊന്നും കേറിയിട്ടില്ല. അത് മേഘേട്ടനും അറിയാലോ. മുറച്ചെറുക്കൻ എന്ന പരിഗണന തന്നതുകൊണ്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ മേഘേട്ടനെയാ സ്നേഹിച്ചത്. അതുകൊണ്ടാ മറ്റുള്ളവർ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാതിരുന്നത് കല്യാണത്തിന് മുമ്പ്. ഓഹോ, അത് ശരി. അപ്പൊ കല്യാണത്തിന് മുമ്പ് നീ കേട്ടതൊക്കെ സത്യമാണെന്നാണോ നീ ഇപ്പൊ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി മേഘേട്ടൻ ജീവിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. കണ്ണേട്ടനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതാ മേഘേട്ടന്റെയും മേഘേട്ടന്റെ അച്ഛന്റെയും അതുപോലെ തന്നെ ഉണ്ണിയേട്ടന്റെയും പരാജയം. എടി, സ്വന്തം അനുജനെ ജീവനോടെ കത്തിക്കുന്ന പ്രവൃത്തിയാ നിന്റെ ഏട്ടൻ എന്ന് ചെയ്ത്. അവനൊരു കേസ് ഉണ്ടായപ്പോ എടി ജാമ്യത്തിൽ ഇറക്കാൻ പോലും ശ്രമിക്കാത്തവനാ നിന്റെ ഈ ഏട്ടൻ.
നീ പിന്നെ അവനെ പറ്റി എന്റെ അടുത്ത് കൂടുതലൊന്നും പറയണ്ട. അവന്റെ നെഞ്ചത്ത് ഞാൻ കത്തിയേറ്റോടി. അവനെ കൊന്നുകൊണ്ടല്ല, അവന്റെ കെട്ടിയോളുണ്ടല്ലോ അവളെ കൊന്നുകൊണ്ട്. അർഹതയില്ലാത്തവൾ ആ മഹാലക്ഷ്മിയാ. എടി, സ്വന്തം വീട്ടിൽ പോലും വേലക്കാരിയെ പോലെ കഴിഞ്ഞവളാ ഇന്ന് കമലേശ്വരത്തെ ബിസിനസ് മുഴുവൻ നോക്കുന്നത്. അങ്ങനെ എല്ലാം വെട്ടി വിഴുങ്ങാൻ ഞാൻ അവളെ അനുവദിക്കത്തില്ല. ഇനി ഇവരുടെയൊക്കെ ദുഷ്ടത്തരത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഏട്ടന് കുരുതി കൊടുക്കാനും ഞാൻ നിന്നു കൊടുക്കില്ല.